തിരുവനന്തപുരം കരമന കൊലപാതകത്തിൽ 4 പ്രതികളെ തിരിച്ചറിഞ്ഞു. കൊലപാതകത്തിന് പിന്നിൽ വിനീഷ്, അഖിൽ, അനീഷ്, സുമേഷ് എന്നിവരാണ്. വാഹനമോടിച്ച അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അനന്തു കേസിലെ പ്രതികളാണ് കുറ്റകൃത്യം നടത്തിയവർ. സുനിഷ അയ്യലൂരാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. സുനിഷ, മുൻപും കുറ്റകൃത്യം നടത്തിയിട്ടുള്ള ക്രിമിനലുകൾ തന്നെയാണ് ഈ വിധത്തിൽ നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തിയതെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുകയാണ്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എത്രത്തോളമായി? ബിനിൽ, ബാലരാമപുരത്ത് വെച്ചായിരുന്നു ഇപ്പോൾ ഒരു പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഈ ഇന്നോവ കാർ ഓടിച്ച ഡ്രൈവർ അനീഷിനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു മൂവർ സംഘത്തെ കൂടി അന്വേഷണ സംഘത്തിന് പിടികൂടാനുണ്ട്. ഇവരെ തന്നെ 4 സംഘമാണ് ഈ ഇന്നോവ കാറിലെത്തി അഖിലിനെ കൊലപ്പെടുത്തിയത് എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ് ഉള്ളത്. ഈ മൂവർക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുമുണ്ട്. അതിനിടയിലാണ് ഈ കൊലപാതകത്തിന് സഹായിച്ചു എന്ന് തോന്നുന്ന പ്രതികളുടെ സുഹൃത്തുക്കളായ 3 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ 2019 കരമനയിൽ നടന്ന അനന്തു കൊലക്കേസിലെ പ്രതികളാണ് ഇപ്പോൾ അഖിലിനെ കൊലപ്പെടുത്തിയതിലും പ്രതികളായി വരുന്നത് എന്നതാണ് ഗൗരവമായ കാര്യം. ഈ കേസിൽ ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ മുൻപ് 2019 നടന്ന ഒരു മർഡർ കേസിലെ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ്. ആ കേസിൻ്റെ ട്രയൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അതിൽ നടന്ന നന്ദു ഗിരീഷിൻ്റെ ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികളാണ്. ഈ പ്രതികളും അഖിലുമായി ബാറിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നത്തിലെ അതിന് പിന്നാലെയുണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ബാറിലെ അടക്കം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. ഒപ്പം തന്നെ ഈ മറ്റ് 3 പ്രതികൾ എങ്ങോട്ട് പോയി എന്ന് കാണാൻ മറ്റ് CCTV ദൃശ്യങ്ങളും ഈ ചോദ്യം ചെയ്യലുകളും നടക്കുന്നതോടുകൂടി അതിലൊരു വ്യക്തത വരുമെന്നൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘമുള്ളത്. ബിനിൽ.